നമസ്തേ. നമുക്കിന്ന് അഷ്ടാംഗ യോഗത്തെ ഒന്ന് പരിചയപ്പെടുത്താം. പതഞ്ജലിയാണ് അഷ്ടാംഗമായിട്ട് യോഗത്തെ നമ്മുടെ മുൻപാകെ അവതരിപ്പിച്ചിരിക്കുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് അഷ്ടാംഗ യോഗം. ഇത് യമനിയമങ്ങൾ വൈയക്തികവും സാമൂഹികവും വൈയക്തികവുമായിട്ടുള്ള അനുശാസനമാണ് യമനിയമങ്ങൾ. ആസനം, പ്രാണായാമം ഇതും തമ്മിലും പരസ്പരം ബന്ധമുള്ളതാണ്. അതായത് ആസന സ്ഥിരത വന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രാണായാമം ചെയ്യാനായിട്ടുള്ള ആ ഒരു അർഹത ഉണ്ടാവുകയുള്ളൂ. സംവോ മനാംസി ജാനതാ സംവോ മനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സഞ്ജാനാനാ ഉപാസത്തെ സഞ്ജാനാനാ ഉപാസത്തെ സഞ്ജാനാനാ ഉപാസത്തെ സഞ്ജാനാനാ ഉപാസത്തെ സഞ്ജാനാനാ ഉപാസത്തെ. ഭദ്രാസനം. വരൂ, ഇനി ഇരുന്നു കൊണ്ടുള്ള മുദ്രകൾക്ക് വേണ്ടി തയ്യാറായിക്കോളൂ. ഭദ്ര എന്നതിനർത്ഥം ദൃഢം. കാലുകൾ മുന്നിലേക്ക് നീട്ടിവെച്ച് ഇരിക്കുക. കൈകൾ ഇടുപ്പിനടുത്ത് വയ്ക്കുക. ഇതാണ് ദണ്ഡാസനം. ഇനി പാദങ്ങൾ രണ്ടും ചേർത്ത് വയ്ക്കുക. ശ്വാസം വിടുക. എന്നിട്ട് കൈകൾ കൊണ്ട് കാലിൻ്റെ പെരുവിരലിൽ പിടിക്കുക. ഉപ്പൂറ്റി കഴിയുന്നിടത്തോളം മൂലാധാരത്തിലേക്ക് കൊണ്ടുവരിക. ഇത് അന്തിമസ്ഥിതിയാണ്. ഈ സ്ഥിതിയിൽ കുറച്ചു നേരം തുടരുക. ഭദ്രാസൻ ശരീരത്തിന് ദൃഢത പകരുന്നു, മസ്തിഷ്കം സുസ്ഥിരമാക്കുന്നു. ഇനി കാലുകൾ വലിച്ചെടുത്ത് വിശ്രമാവസ്ഥയിൽ തുടരുക. അക്യൂട്ട് ആർത്രൈറ്റിസ്, ഷിയാറ്റിക എന്നിവയുള്ളവർ ഈ അഭ്യാസം ചെയ്യരുത്. വജ്രാസനം. ഏറ്റവും ആദ്യം ദണ്ഡാസനത്തിൽ ഇരിക്കുക. കാലുകൾ മടക്കി ഉപ്പൂറ്റിയിന്മേൽ ഇരിക്കുക. തുടകൾ ചേർത്ത് വയ്ക്കുക. പെരുവിരൽ പരസ്പരം ചേർന്നിരിക്കണം. കൈകൾ കാൽമുട്ടിൽ വയ്ക്കുക. ശിരസ് മുതൽ പാദം വരെ ശരീരം നിവർന്നിരിക്കണം. ഈ ആസനത്തിന് വജ്രാസനം എന്ന് പറയുന്നു. അർദ്ധ ഉഷ്ട്രാസനം. ഏറ്റവും ആദ്യം വജ്രാസനത്തിൽ ഇരിക്കുക. കാൽമുട്ടുകളുടെ ബലത്തിൽ നിൽക്കുക. കൈകൾ വിരലുകൾ താഴേക്കാകുന്ന വിധത്തിൽ ഇടുപ്പിൽ പിടിക്കുക. കൈമുട്ടുകളും ചുമലും സമാന്തരമായി വയ്ക്കുക. ഇനി ശിരസ് പിന്നിലേക്ക് വളച്ചുകൊണ്ട് ഗ്രീവയുടെ മാംസപേശികൾ വലിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉടല് പരമാവധി പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് ഈ സ്ഥിതിയിൽ ശിഥിലമാവുക. സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഈ സ്ഥിതിയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. ഈ യോഗാഭ്യാസം കൊണ്ട് ഇടുപ്പിലെയും കഴുത്തിലെയും മാംസപേശികൾക്ക് കരുത്തുണ്ടാകുന്നു. മലബന്ധത്തിലും നടുവേദനയിലും നിന്ന് മോചനം ലഭിക്കുന്നു. ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് തിരികെ വജ്രാസനത്തിൽ ഇരിക്കുക. ശിഥിലമാവുക. ഉഷ്ട്രാസനം. വജ്രാസനത്തിലിരിക്കുക. കാൽമുട്ടുകൾ ഭൂമിയിൽ മുട്ടിച്ചുകൊണ്ട് രണ്ട് കാലിൻ്റെയും തുടകളും പാദങ്ങളും പരസ്പരം ചേർത്ത് വയ്ക്കുക. കാൽമുട്ടും പാദവും തമ്മിൽ ഏതാനും ഇഞ്ചുകളുടെ അകലം പാലിച്ചുകൊണ്ട് മുട്ടുകളുടെ ബലത്തിൽ നിൽക്കുക. ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് സാവകാശം പിന്നിലേക്ക് വളയുക. സാവകാശം വലതേ കൈകൊണ്ട് വലതേ ഉപ്പൂറ്റിയിലും ഇടതേ കൈകൊണ്ട് ഇടതേ ഉപ്പൂറ്റിയിലും പിടിക്കാൻ ശ്രമിക്കുക. പിന്നിലേക്ക് വളയുന്ന സമയത്ത്
കഴുത്ത് പിടയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉഷ്ട്രാസനം ദൃഷ്ടിദോഷത്തിന് അത്യന്തം ഗുണകരമാണ്. ഇത് പുറം വേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും ആശ്വാസം പകരുന്നു. ഇത് ഉദരത്തിലെയും നിതംബത്തിലെയും കൊഴുപ്പ് കുറയ്ക്കുവാൻ സഹായകമാകുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും ഹൃദ്രോഗികളും ഹെർണിയയുടെ രോഗികളും ഈ ആസനം ചെയ്യാൻ പാടില്ല. ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് വീണ്ടും വജ്രാസനത്തിൽ ഇരിക്കുക. ശിഥിലാവസ്ഥയിലേക്ക് വരിക. ശശാങ്കാസനം. ശശാങ്ക് എന്നതിനർത്ഥം മുയൽ. കാലിൻ്റെ പെരുവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് കാൽമുട്ടുകൾ പരമാവധി അകത്തിവെക്കുക. ഉള്ളംകൈ മുട്ടുകൾക്കിടയിൽ വയ്ക്കുക. ശ്വാസം വിട്ടിട്ട് സാവകാശം നീണ്ട ശ്വാസം വലിക്കുക. മുന്നിലേക്ക് കുനിഞ്ഞ് താടി തറയിൽ മുട്ടിക്കുക. ഭുജങ്ങൾ സമാന്തരമായി വയ്ക്കുക. മുന്നിലേക്ക് നോക്കിക്കൊണ്ട് മുദ്രയിൽ തുടരുക. ഇത് പിരിമുറുക്കവും കോപവും കുറയ്ക്കാൻ സഹായകമാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് എഴുന്നേൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വജ്രാസനത്തിലേക്ക് തിരിച്ചു വരിക. പാദങ്ങൾ തിരികെ വിശ്രമാവസ്ഥയിൽ കൊണ്ടുവരിക. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രോഗികൾ ഇത് ശ്രദ്ധാപൂർവം ചെയ്യുക. ഉത്താൻ മണ്ഡൂകാസനം. ഈ ആസനത്തിൽ ശരീരത്തിൻ്റെ സ്ഥിതി ഊർധ്വമണ്ഡൂകം പോലെയാകുന്നു. വജ്രാസനത്തിലിരിക്കുക. കാലിൻ്റെ പെരുവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് കാൽമുട്ടുകൾ പരമാവധി അകത്തിവെക്കുക. ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ശിരസിന് പിന്നിലായി രണ്ട് കൈകളുടെയും ഉള്ളംകൈ വിപരീത ചുമലുകളിൽ വയ്ക്കുക. നടുവും കഴുത്തും നേരെ വച്ചുകൊണ്ട് കുറച്ചു നേരം ഈ സ്ഥിതിയിൽ തുടരുക. ഈ ആസനം നടുവേദനയും ഗ്രീവാവേദനയുമുള്ളവർക്ക് ആശ്വാസം പകരുന്നു. ഈ ആസനം ശരീരത്തിൻ്റെ മധ്യപടത്തിന് ഗുണകരമാണ്. ഇത് ശ്വാസകോശത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. മുട്ടുവേദനയും സന്ധിവേദനയുമുള്ളവർ ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. തിരികെ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് രണ്ട് കൈകളും സാവകാശം നേരെയാക്കുക. തിരികെ കാൽമുട്ടുകളിൽ വയ്ക്കുക. മുട്ടുകൾ ചേർത്ത് വച്ചുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. വക്രാസനം. വക്രം എന്നതിനർത്ഥം വളഞ്ഞത് അഥവാ നേരെയല്ലാത്ത. വലതുകാൽ മടക്കി പാദം ഇടതുകാലിൻ്റെ മുട്ടിനടുത്തായി വയ്ക്കുക. ഇടതുകൈയ്യ് വലതുമുട്ടിന് മുട്ടിച്ചുകൊണ്ട് ഉള്ളംകൈ വലതുപാദത്തിനരികിലായി വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരവും കഴുത്തും വലത്തോട്ട് തിരിക്കുക. ഈ മുദ്രയിൽ വിശ്രമിക്കുക. ശിരസ് പിന്നിലേക്ക് തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ പുറത്തെടുക്കുക. കാലുകൾ വലിക്കുക. ഇനി തിരികെ വന്ന് വിശ്രമാസനത്തിൽ വിശ്രമിക്കുക. ഈ ആസനം നട്ടെല്ലിൻ്റെ അയവ് വർദ്ധിപ്പിക്കുന്നു. ഇത് മലബന്ധവും അജീർണവും അകറ്റുന്നു. പ്രമേഹം നിയന്ത്രിക്കാൻ സഹായകമാണ്. ഇത് എതിർദിശയിലേക്കും ആവർത്തിക്കുക. ശിരസ് പിന്നിലേക്ക് തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ പുറത്തെടുക്കുക. കാലുകൾ വലിക്കുക. ഇനി തിരികെ വന്ന് വിശ്രമാസനത്തിൽ വിശ്രമിക്കുക. മകരാസനം. മകർ എന്നുവെച്ചാൽ മുതല. കമിഴ്ന്ന് കിടക്കുക. കാലുകൾ രണ്ടും അകത്തി നീട്ടിവെക്കുക. കൈകൾ രണ്ടും മടക്കി വലതുകൈ ഇടതുകൈയിന്മേൽ വയ്ക്കുക. ശിരസ് കൈയിന്മേൽ വയ്ക്കുക. വിശ്രമിക്കുക. ഇതാണ് മകരാസനം. ഈ ആസനം അധോമുഖി മുദ്രകളിൽ വിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്.
ഇത് മുതുകിൻ്റെ കീഴ്ഭാഗത്തിന് ആശ്വാസം പകരുന്നു. ഭുജംഗാസനം. ഇനി അധോമുഖി മുദ്രയ്ക്ക് വേണ്ടി തയ്യാറായിക്കോളൂ. ഭുജംഗ് എന്നതിനർത്ഥം സർപ്പം അഥവാ കോബ്ര. കമിഴ്ന്നു കിടക്കുക. ശിരസ് കയ്യിന്മേൽ വയ്ക്കുക. ശരീരത്തിന് വിശ്രമം കൊടുക്കുക. ഇനി കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക. കൈകൾ വലിച്ചെടുക്കുക. നെറ്റിത്തടം ഭൂമിയിൽ വയ്ക്കുക. ഇനി കൈകൾ നെഞ്ചിനടുത്തായി വയ്ക്കുക. കൈമുട്ടുകൾ ഉയർത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. താടിയും പൊക്കിളിൻ്റെ ഭാഗവും വരെയും മുകളിലേക്ക് ഉയർത്തുക. ഇതാണ് ഭുജംഗാസനം. ഈ ആസനം പിരിമുറക്കം നിയന്ത്രിക്കുന്നതിന് സർവോത്തമമാണ്. ഇത് നടുവേദനയും ശ്വാസസംബന്ധമായ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുവാൻ സഹായകമാണ്. ശ്വാസം വെളിയിലേക്ക് വിടുക. നെറ്റിത്തടം ഭൂമിയിൽ തന്നെ ഇരിക്കട്ടെ. കൈകൾ വലിച്ചെടുക്കുക. കാലുകൾ അകത്തിവെക്കുക. കൈകൾ മേലോട്ടുയർത്തി ശിരസ് കയ്യിന്മേൽ വയ്ക്കുക. വിശ്രമിക്കുക. ശലഭാസനം. ശലഭം എന്നതിനർത്ഥം പറവ. കമിഴ്ന്നു കിടക്കുക. കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക. ഇരു കൈകളും ശരീരത്തിൻ്റെ വശത്തായി വയ്ക്കുക. ഉള്ളം കൈ മുകളിലേക്കായിരിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കാൽമുട്ട് മടക്കാതെ കാലുകൾ പരമാവധി മുകളിലേക്ക് ഉയർത്തുക. ശരീരം ഭൂമിയിൽ നിന്ന് പരമാവധി ഉയരുന്നത്തക്ക വിധത്തിൽ കൈകളും കാലുകളും പരമാവധി അകത്തിവെക്കുക. ഈ സ്ഥിതിയിൽ വിശ്രമിക്കുക. ഈ ആസനം ഷിയാറ്റിക്ക, മുതുകിൻ്റെ അടിഭാഗത്തെ വേദന എന്നിവയ്ക്ക് ആശ്വാസം പകരുന്നു. ഇത് ഇടുപ്പിൻ്റെ മാംസപേശികൾക്ക് ആകാരം നൽകുന്നു. ഇനി ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ താഴെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. കൈകൾ പുറത്തെടുക്കുക. ഭൂമിയിൽ വിശ്രമിക്കുക. ഹൃദയരോഗികൾക്ക് ഈ മുദ്ര ചെയ്യാൻ പാടില്ലാത്തതാണ്.